വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബ്യൂട്ടി ഹാക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില ഹാക്സുകളെല്ലാം ഞാൻ കണ്ടു, അതെനിക്ക് വർക്കൗട്ട് ആകുമോ എന്ന് നോക്കുവാണ്. ഫസ്റ്റ് നമ്മൾ ഐ ഷാഡോ ആപ്ലിക്കേഷനാണ്. ഐ ഷാഡോ നമ്മൾ ടേപ്പ് ഒട്ടിച്ചൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും, അത് കണ്ണെഴുതുമ്പോൾ എല്ലാം എഫക്റ്റീവ് ആണോ എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു കൺസീലർ എടുത്തിട്ട് ദെൻ ഐ ഷാഡോ ഇടുക. ദെൻ നമുക്ക് തോന്നുന്ന പോലെ അറഞ്ചും പുറഞ്ചും അങ്ങോട്ട് കൺമഷി വാരി തേക്കാണ് കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫുൾ സ്പ്രെഡ് ആവുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ടേപ്പ് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, അപ്പോൾ ഇത് എന്താവും റിസൾട്ട് എന്നുള്ളത് എനിക്കും കുറച്ച് ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ചുമ്മാ വാരി തേക്കുമായിരുന്നു കൺമഷി, ജസ്റ്റ് സ്മഡ്ജ് ലുക്ക് പോലെ ഇങ്ങനെ ചുമ്മാ വാരി അങ്ങ് തേക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്കൊന്ന് റിമൂവ് നോക്കാം. ഓ എന്നാ ഒരു പശയാണോ, റിമൂവ് ചെയ്ത് നോക്കി. ഓ നന്നായിട്ട് വന്നല്ലോ, വാവ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാക്ക് എനിക്ക് വർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടോ, നല്ല രസമായിട്ടുണ്ട്, ഫിനിഷിങ് വന്നിട്ടുണ്ട്. വാവ്. ഇനി അടുത്ത ഹാക്ക് എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞാൽ ഫർസാലിയുടെ ഒരു ഗ്ലാസ് സിറവും അതുപോലെ സെഫോറയുടെ ഫൗണ്ടേഷനോടെ മിക്സ് ചെയ്യുവാണ്. ഇത് ശരിക്കും ഈ ഒരു സിറം വന്നിട്ട് നല്ലൊരു ഹൈലൈറ്റർ പോലെ നല്ല ഗ്ലോയി ഫിനിഷിങ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോ ആയിട്ട് ഇങ്ങനെ ഫൗണ്ടേഷൻ നമ്മുടെ ഫേസിൽ ഇങ്ങനെ വരുന്നതാണ് പറയുന്നത്. വാവ്, ഇതും ഒരു അടിപൊളി ഹാക്കാണല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല നാച്ചുറൽ ഫിനിഷിങ്ങിൽ ഗ്ലോയിങ് ആയിട്ട് ഫൗണ്ടേഷൻ വരുന്നുണ്ട്. സ്കിന്നാണെന്ന് തന്നെ ഫീൽ ചെയ്യും കേട്ടോ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. വാവ്, ഇതാണ് നമ്മുടെ ഒരു ഫിനിഷിങ് കേട്ടോ. നമ്മുടെ ആ ഒരു ഫൗണ്ടേഷനും അതുപോലെ ആ ഒരു ഫർസാലയുടെ ഗ്ലാസ് സിറവും വന്നപ്പം നമ്മുടെ ഫേസ് ഇങ്ങനെയാണ്. ഇനി അടുത്ത ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐലാഷസ് നമ്മൾ തല തിരിച്ച് ഒട്ടിക്കാൻ പോവുകയാണ്. അതായത് താഴെ ഒട്ടിച്ചിട്ട് കണ്ണടയ്ക്കുമ്പം ഐലാഷ് മേളിൽ ഫിക്സ് ആയിട്ടിരിക്കും. അതാണ് ടെക്നിക്ക്. ഓ പശ തന്നെ എൻ്റെ കണ്ടിന്യൂ മൊത്തം ഒട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. എനിക്കിത് വർക്കാവും തോന്നുന്നില്ല. ഇച്ചിരി പാടാണ് കേട്ടോ. എനിക്ക് മറ്റേ ഹാക്കിൻ്റെ പോലെ എനിക്ക് അത്ര ഈസി ആയിട്ട് തോന്നിയില്ല. കുറച്ച് പാടാണ്. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് പാടാണ്. പിന്നെ കുറച്ച് ട്രൈ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താവോ എന്തോ ഇത് വർക്കാവോ എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പ്രകാരത്തിൽ ഞാനത് താഴെ വച്ചു. താഴെ വയ്ക്കുമ്പോൾ അത് ഒട്ടാനും പാടില്ല. മേളിൽ കണ്ണടയ്ക്കുമ്പോൾ ആ മേളിൽ കയറി ഒട്ടിപ്പിടിക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതി വെച്ച് ഞാൻ കുറച്ച് കൈ വെച്ചൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ് ഇത്. പക്ഷേ വർക്കാണ് കേട്ടോ. നല്ല രസമായിട്ട് നല്ല നാച്ചുറൽ ഫിനിഷിങ്ങിൽ തന്നെ ഐലാഷ് ഒട്ടിയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പശ അത് ഒട്ടിയിട്ടോ. ശരിക്കും നമ്മുടെ പശയൊന്നും കണ്ണിൻ്റെ താഴെ പറ്റാതെ തന്നെ അത് ഒട്ടിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ് ഒട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഹാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ചെയ്ത് ആ ഒരു എക്സ്പേർട്ട് ആവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മസ്കാരയും കൂടി ഇട്ട് ആ ഒരു ഐ ലുക്ക് ഫിനിഷ് ചെയ്യാം. മസ്കാര നമ്മൾ ബെനഫിറ്റിൻ്റെ ബാഡ്ഗൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ട ഐ ലുക്ക് കണ്ട എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായി എൻ്റെ ഹാക്സ്. ഇനി അടുത്തൊരു ഹാക്ക് എന്താ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുക, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. കിട്ടിപ്പോയി. അടുത്ത ഹാക്ക് വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര നാച്ചുറൽ ഫിനിഷിങ് വരുന്നതാണ് പറയണത്. ഇത് ലിപ്സ്റ്റിക്ക് ഡ്രോ ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ് കേട്ടോ. പിന്നെ അതെങ്ങനെയാണ് നാച്ചുറൽ ഫിനിഷിങ് വരുന്നത് എനിക്കറിയില്ല. എന്താ ചാടിയും പോയി. ഇത് ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ. ഒന്നും ആയിട്ടില്ല. ഒന്നുകൂടി നമ്മൾ ട്രൈ ചെയ്യണം. മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും വിലയുടെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇട്ട് കളയാനായിട്ട് എനിക്ക് കുറച്ച് വിഷമം തോന്നിയിട്ട്. എന്നാലും വേണ്ടില്ല, ഹാക്കല്ലേ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പ്രകാരത്തിലെല്ലാം പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലായിട്ട്. ഇനി നമുക്ക് കുറച്ച് സെറ്റിംഗ് സ്പ്രേയും കൂടെ അടിച്ച് നോക്കാം എന്താവും എന്നുള്ളത്. സെറ്റിംഗ് സ്പ്രേ വാട്ടറോ എന്തെങ്കിലുമൊക്കെ അടിച്ച് നോക്കാം. സെറ്റിംഗ് സ്പ്രേ അടിച്ചു. അതിന് ശേഷം നമ്മളിത് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കുവാണ്. അവിടെ ടിഷ്യൂ പേപ്പർ ഒട്ടിയിരിപ്പുണ്ടോ, ഒന്നും ആയിട്ടില്ല. എനിക്ക് ഈ ഹാക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ഒരു വക ഹാക്കായിപ്പോയിട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് നേരെ തന്നെ ലിപ്സ്റ്റിക്ക് അങ്ങ് ഇട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഫിനിഷിങ് ചെയ്യുക. അതാണ് നടപടിയുള്ളൂ. ഇങ്ങനത്തെ ഹാക്കൊന്നും ഒരു രീതിയിലും വർക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ ഓരോ കണ്ടൻറ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൂട്ടുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ഹാക്കൊന്നും വർക്കായില്ല. ഞാൻ ഡയറക്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടു, ലിപ് ഗ്ലോസ് ഇട്ടു. ഇതെൻ്റെ ഫൈനൽ ലുക്കാണ്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു മേക്കപ്പിൽ ഞാൻ അധികം കവറേജ് ഒന്നും കൊടുത്തിട്ടില്ല. എൻ്റെ നെറ്റിയിൽ ഒരു കമൻറ്റ് കണ്ട് എൻ്റെ നെറ്റിയിൽ ഡിസ്കളറേഷൻ അതേപോലെ ഉണ്ടായിരിക്കാം. കാരണം ഞാൻ അധികം കവറേജ് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടില്ല. ആ ഒരു ഫിനിഷിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇയറിങ് വന്നിട്ട് സൈറയിൽ നിന്നാണ്, തൊടുപുഴയുള്ള സൈറയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ഇയറിങ്സ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ലുക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? ബൈ.